ശ്രീമതി ഉമ തോമസ് മാഡത്തിന്റെ ഇന്നത്തെ പുരോഗതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ മെഡിക്കൽ ബോർഡിൽ ഞാൻ ഡോക്ടർ കൃഷ്ണുണ്ണി പോളക്കിൽ, മെഡിക്കൽ ഡയറക്ടർ ആൻഡ് കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ചീഫ് ഓഫ് ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ ഗൗതം ഉണ്ട്, ന്യൂറോ സർജൻ ഉണ്ട്, ഡോക്ടർ മിഷേൽ ഉണ്ട്, ആൻഡ് പൾമണോളജിസ്റ്റ് ചീഫ് ഡോക്ടർ സുബിൻ ഉണ്ട്. പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടെ വിഷ്ണു ഉണ്ട്, മാഡത്തിന്റെ മകനായ വിഷ്ണു, മൂത്ത മകനായ വിഷ്ണു ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള മരുന്നിന്റെ ഡോസ് ഇത്തിരി കുറച്ചു. നമുക്ക് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു 7 മണിയായപ്പോൾ മാഡം അവേക്കായി. അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണ് തുറന്നു, മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ് ബ്രെയിനിന്റെ കാര്യത്തിൽ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലങ്സ്, അതാണ് നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ചാലഞ്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തും ഇന്നത്തെ എക്സ്റേയിൽ നേരിയ രീതിയിലുള്ള ഒരു പുരോഗതി കാണിക്കുന്നുണ്ട്. എക്സ്റേയിൽ ഇന്നലെ കണ്ട ഒരു പാച്ച് ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതും നമുക്കൊരു ആശാവഹമായ ഒരു സംഗതിയാണ്. ആൻഡ് ഇനി നമുക്കുള്ള ചാലഞ്ചിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് ഒരു ബ്രോങ്കോസ്കോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. കാരണം ഇന്നലത്തെ ഇൻഫെക്ഷൻ കണ്ടപ്പോൾ ഇന്നലെ എറണാകുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വേണുഗോപാൽ ഹാഡ് കം ആൻഡ് സീൻ ദ പേഷ്യന്റ്, പൾമണോളജിസ്റ്റ്. അവരും ഇത് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇന്ന് ഇത് ചെയ്യാമെന്ന്. പക്ഷെ ഇന്നത്തെ എക്സ്റേയിലെ ക്ലിയറൻസ് കണ്ടപ്പോൾ നമ്മളത് ഡിഫർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ ഒരു ബ്രോങ്കോ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഇനി നമ്മളുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റിന് ഇൻഫെക്ഷൻ, ഇനിയിപ്പോൾ ഈ നല്ലൊരു ചതവ്, 3 റിബ്സ് ഇവിടെയും ഇവിടുത്തെ ഒരു റിബും പൊട്ടിയത് കൊണ്ട് ഉണ്ടാവുന്ന ലങ്സിൽ ഉണ്ടാവുന്ന ചതവും, ആൻഡ് ആസ്പിറേഷൻ, ബ്ലഡ് നല്ലോണം ക്ലോട്ട് ചെയ്തിട്ട് ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അർദ്ധാബോധാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ, കുറെ ബ്ലഡ് ലങ്സിൽ പോയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞു, എന്നാലും കുറെ ഈ അറ്റത്ത് കിടക്കുന്നത് നമുക്ക് എത്തത്തില്ല ബ്രോങ്ക് വെച്ചിട്ട്. അപ്പോൾ അത് അബ്സോർബ് ചെയ്ത് തന്നെ പോകണം ആന്റിബയോട്ടിക് കൊണ്ട്. അപ്പൊ നമ്മളുടെ ഇപ്പൊ ആന്റിബയോട്ടിക്കുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ആൻഡ് പേഷ്യന്റ് ഈസ് സ്റ്റിൽ ഓൺ വെന്റിലേറ്റർ. ഗുരുതരാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ഗുരുതരാവസ്ഥ തന്നെയാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറി 24 മണിക്കൂർ കഴിയണം ഗുരുതരാവസ്ഥ തടണം ചെയ്തു എന്ന് പറയാനായിട്ട്. ആൻഡ് ഇന്ന് ഡോക്ടർ ഗൗതം ഈസ് എ ക്രിട്ടിക്കൽ, ഹി വിൽ ടോക്ക്. സോ ഇന്നത്തെ സാറ് പറഞ്ഞ പോലെ മാഡത്തിൻ്റെ സിറ്റുവേഷനിൽ ന്യൂറോളജിക്കൽ സൈഡിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ വി ആർ ഹാപ്പി വിത്ത് ദ പ്രോഗ്രസ് ദാറ്റ് ഷി ഹസ് മെയ്ഡ്. ഇന്നത്തെ ഫോക്കസ് അഗെയിൻ പുള്ളിക്കാരുടെ ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വെന്റിലേറ്ററിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സിനോട് നമ്മൾ കാര്യമായി ഒരു അറ്റൻഷൻ ഇന്ന് കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ആ ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ രീതിയിലും ന്യൂട്രീഷണൽ സപ്പോർട്ട്, ചെസ്റ്റ് ഫിസിയോതെറാപ്പി, അതേപോലെ വെന്റിലേറ്ററിൽ വരുത്തുന്ന മാറ്റങ്ങൾ, സോ അതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സോ വരും ദിവസങ്ങളിൽ ഇന്ന് എന്തായാലും വെന്റിലേറ്ററിലേക്ക് തുടരേണ്ട ആവശ്യകതയുണ്ട്. വരും ദിവസങ്ങളിൽ വെന്റിലേറ്ററിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെ നമുക്ക് കുറയ്ക്കാമെന്നും പുള്ളിക്കാരുടെ ബ്രീതിങ് എങ്ങനെ ബെറ്റർ ആക്കാം, മീൻ വൈൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനും എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനുമുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഇപ്പോൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫെക്ഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പം അത് പറയാറായിട്ടില്ല, പ്രതികരിക്കുന്നുണ്ടെന്നേ പറയാറായിട്ടുള്ളൂ. ഇൻഫെക്ഷൻ നമ്മളുടെ ഇന്നത്തെ CR നമ്മളൊരു കൗണ്ട് നോക്കുന്നതും എലിവേറ്റഡ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആന്റിബയോട്ടിക് ഒന്ന് എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ എക്സ്റേയിലുള്ള പാച്ച് കുറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. ഐ തിങ്ക് വിഷ്ണു മോൻ, യു ക്യാൻ ടോക്ക്, ബിക്കോസ് ഇന്ന് രാവിലെ വിഷ്ണു ആണ് അമ്മയായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. വിഷ്ണു, യു ക്യാൻ. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പം ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം 2 കൈ മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു. അപ്പം അതൊരു നല്ല ഇതായിരുന്നു. അതെ, അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. വെന്റിലേറ്റർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്തിട്ട് എങ്ങനെ പതുക്കെ വീനിങ് ഓഫ് എന്ന് പറയും. അത് സമയമെടുക്കും. നമ്മൾ അഗ്രസീവായിട്ട് പോയിട്ട് കാര്യമില്ല. ലങ്സിന് സമയം കൊടുക്കണം അത് ഇൻഫെക്ഷൻ കുറയാനായിട്ട്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം.
വലിയ പ്രശ്നമില്ല എന്നല്ല, നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ഇതേ ഇത്രയും ഇമ്പ്രൂവ്മെന്റ്, കാരണം നമുക്ക് കംപ്ലീറ്റ് അസസ്മെന്റ് ആയിട്ടില്ല, ചെറിയ അബോധാവസ്ഥയിൽ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായി. ഇപ്പോഴും ബോധാവസ്ഥ കംപ്ലീറ്റ് ആയിട്ടില്ല. കണ്ണ് നമ്മൾ തുറക്കാൻ പറയുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. ഓൺ കമാൻഡാണ്, ഓൺ കമാൻഡ് ആൻഡ് ഡിമാൻഡ്. അതെ, പിന്നെ സെഡേഷനിലാണ്. അല്ലെങ്കിൽ പുള്ളി അഗ്രസീവ് ആവും, ലൈക്ക് യുനോ ഷീ വിൽ ഗെറ്റ്, നമ്മുടെ ലൈൻസ് എല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഷീ ഹാസ് ടു ഗോ സ്ലോ. നമ്മൾ പതുക്കെയാണ്, ഇനി ഒരു വെക്കേഷൻ കൊടുക്കും ഇതിന് സെഡേഷന്. നമ്മളിന്ന് പ്ലാനിങ് ആണ് സെഡേഷൻ കുറച്ച് കൊണ്ടുവന്നിട്ട് പതുക്കെ ടേക്ക് ഓവർ ചെയ്യാനാണ്. നമ്മൾ ഫസ്റ്റ് ദിവസം ചെയ്തു, ബ്രോങ്കോസ്കോപ്പ് ചെയ്തിട്ടാണ് ക്ലോട്ടൊക്കെ എടുത്തത്. അപ്പോൾ ഇന്നലത്തെ എക്സ്റേ വെച്ചിട്ട് നമ്മൾ ഇന്ന് പ്ലാൻഡ് ആയിരുന്നു. ഇന്ന് രാവിലെ ഇത് ഈ എക്സസൈസ്, കാരണം ഇവരെ വിളിച്ച് കാണിച്ച് നമ്മളുടെ അവേക്നെസ് നോക്കിയിട്ട് ഇന്ന് ബ്രോങ്ക് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ അപ്പോഴാണ് എക്സ്റേ വന്നപ്പോൾ എക്സ്റേയിൽ നല്ല ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നു. അപ്പോൾ നമ്മളത് ഡിഫർ ചെയ്തിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു റോള് കാണിക്കുന്നുണ്ട്. ഷീ സ്റ്റേബിൾ, ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ, ഓൾ ദ റിപ്പോർട്ട്സ് ആർ സ്റ്റേബിൾ. HB മാത്രം ഒരു ഇത്തിരി ഡ്രോപ്പ് ഉണ്ട്, പക്ഷെ അതിന് നമ്മൾ ഇന്നൊരു ബ്ലഡ് രാവിലെ കൊടുത്തിട്ടുണ്ട്. തുടർ ചികിത്സ, നല്ല ആന്റിബയോട്ടിക് കൊടുക്കുക, ചെസ്റ്റ് ഫിസിയോ കൊടുക്കുക, നല്ല ഫീഡിങ് മീൻസ് റൈസ് ട്യൂബിൽ കൂടി ഫീഡ് കൊടുക്കുക, സപ്പോർട്ടീവ് മെഷേഴ്സ് എല്ലാം ചെയ്യാം. ആൻഡ് വി ഹാവ് ടു വാച്ച്. ഇനി നമുക്കൊരു ലങ്സിലൊരു ന്യൂമോണിയൊക്കെ ഉണ്ടാതെ നോക്കണം. ന്യൂമോണിയക്കുള്ള ചാൻസുകൾ കൂടുതലാണ്. ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത ആ ബ്ലഡ് ക്ലോട്ടിൻ്റെയൊക്കെ ആസ്പിറേഷൻ കൊണ്ട് ന്യൂമോണിയ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് കഴിയുന്നതും പ്രിവെന്റ് ചെയ്യാൻ നോക്കണം. അതിനാണ് നമ്മൾ നല്ല ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതെ, ചെറിയ തോതിലുണ്ട്, അത് കൂടാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലോട്ടിങ് അവിടെ ഉണ്ടാവും, അതങ്ങനെ നമുക്ക് മുഴുവൻ പോകത്തില്ല. അത് ലങ്സിന്റെ ബേസിൽ എപ്പോഴും കുറച്ചുണ്ടാവും. അത് നമുക്ക് അത് തന്നെ അബ്സോർബ് ചെയ്ത് സമയമെടുത്ത് ആന്റിബയോട്ടിക് കൊണ്ട് അബ്സോർബ് ചെയ്ത് തന്നെ പോകണം. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇപ്പൊ പറയാറായിട്ടില്ല. ഐ കനോട്ട് സേ. ഒരു നോ കൺവിൻസ് ഓൺ ദാറ്റ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. നോട്ട് അറ്റ് ഓൾ. അതാ ഞാൻ പറഞ്ഞത്. ഐ സ്പോക്ക് ഏർലി. ഷീ ഈസ് നോട്ട് ഔട്ട് ഓഫ് ഡേഞ്ചർ. ഷീ ഈസ് ഇൻ ഡേഞ്ചർ. ബട്ട് അതീവ ഗുരുതരമല്ല. നോട്ട് വെരി ക്രിട്ടിക്കൽ, ബട്ട് ദെൻ ഷീ ഈസ് ക്രിട്ടിക്കൽ. ഷീ ഈസ് സ്റ്റേബിൾ ബട്ട് ക്രിട്ടിക്കൽ. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്കതിപ്പോൾ പറയാറില്ല. നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാം. ഓരോ ദിവസത്തെ പുരോഗതി നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അല്ല, നമ്മൾ വി ആർ കൺസൾട്ടിങ് വിത്ത് ദം. അവർ വന്ന് അന്ന് രാത്രി ഒരു 12-11 ആയപ്പോൾ വന്നു. 2 മണിയായപ്പോൾ അവർ അസസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പോയി. ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ അവർ നമ്മളുടെ ട്രീറ്റ്മെന്റ് അതേമാതിരി തന്നെ അങ്ങനെ അവർ ഹാപ്പി വിത്ത് വാട്ട് യു ആർ ഡൂയിങ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പറഞ്ഞത്. എല്ലാ ദിവസവും ഡോക്ടർ ജയകുമാറായിട്ട് വിളിച്ച് സംസാരിച്ച് ഇന്നലെയും ഇന്ന് രാവിലെയും വിളിച്ചു. ഇത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അല്ല, we are having വീഡിയോ അല്ല, ഓഡിയോ കോൺഫറൻസിംഗ് ഉണ്ട്. വി ആർ ഹാവിംഗ് കമ്മ്യൂണിക്കേഷൻ. DMO ഇപ്പോൾ വന്നിരുന്നു. DMOയുടെ അടുത്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്തു. ദേ ആർ ഓൾ ഹാപ്പി വിത്ത് വാട്ട് വി ആർ ഡൂയിങ്. അവർ പറയുന്നു ഇതേമാതിരി തന്നെ മുന്നോട്ട് പോവാം. ലെറ്റ് us pray and let her come back safe and good. Okay. Let him talk. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ റെസ്പോണ്ട് ചെയ്യണുണ്ട്. സ്ലോലി ആണെങ്കിലും പതുക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അമ്മയെന്ന് വിളിച്ചപ്പോഴും കേട്ടു. അമ്മയെന്ന് വിളിച്ചപ്പോഴും കേട്ടു. കണ്ണനക്കി ബിക്കോസ് അമ്മയ്ക്ക് അധികം നീങ്ങാൻ പറ്റില്ല. കണ്ണനക്കി, കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ മാറി കൈ പൊക്കി, കാലിൽ അങ്ങതുപോലെ ചെയ്തു. ഓക്കെ, വിൽ ഗിവ് ദ അപ്ഡേറ്റ് ടുമോറോ മോർണിംഗ്. ഓക്കെ, അതിപ്പോ അടിച്ചിട്ടുണ്ട്, ഇപ്പൊ തരും. ഓക്കെ, ഇറ്റ്സ് ദേ.